അപ്പോൾ ഇത് ഞങ്ങളുടെ കാശ്മീരത്തെ ഡേ 3 ആണ്. ഡേ 3 നമ്മൾ രാവിലെ മറ്റേ ദാൽ ലേക്കിലെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെഹൽഗാമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കടുകിൻ്റെ ചെടിയാണ് ഈ കാണുന്നത്. കടുകിൻ്റെ ചെടിയാണ് കാണുന്നത്. നമ്മൾ അവിടെ മെയിനായിട്ട് നമുക്ക് കാണാനുള്ളത് കടുക് കാണാം. പിന്നെ നമ്മുടെ കുങ്കുമപ്പൂ, സഫ്രോണിൻ്റെ ഗാർഡൻസ് ഉണ്ട്. പിന്നെ ആപ്പിള്, ഈ നമ്മുടെ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന ഒരു തടിയുണ്ട്, അതൊക്കെയാണ് മെയിനായിട്ട് അവിടെ നമുക്ക് ഇങ്ങനെ കൃഷിയായിട്ടുള്ളത്. ഇത് ആപ്പിൾ തോട്ടമാണ്. പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് ആപ്പിൾ സീസൺ അല്ലായിരുന്നതുകൊണ്ട് പൂക്കൾ മാത്രമേ ഉള്ളായിരുന്നു. അവിടെ കുറച്ച് നേരം നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ അവിടെ ഒരു ആപ്പിൾ ജ്യൂസ് കുടിച്ചു. നമ്മളങ്ങനെ പെഹൽഗാമിലെത്തി. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഇതൊരു ശരിക്കും വില്ലേജാണ്. ഇത് മൗണ്ടെയിൻ പീക്സ് എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വൈകിട്ടായി എത്തി ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഹോഴ്സ് റൈഡിങ്ങിന് പോയി. ഇവിടെ കുറേ വാലീസാണ് കാണാനുള്ളത്. വാലീസ് കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 കിലോമീറ്റർ മുകളിലാണ്. നമ്മൾ കുതിരയിലാണ് നമ്മൾ പോയത്. നടന്നു പോകാമെന്ന് പറയുന്നത് അറിയില്ല. പുറത്ത് കയറി കുതിരയിലാണ് ഞങ്ങളവിടെ താഴ്വരയിലൊക്കെ അതിൽ യാത്രയെന്ന് കാശ്മീർ വാലി, ബൈസരൺ വാലി, അങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട്. ആ താഴ്വര 3 വാലിയാണ് ഒരു ശരിക്കും ഈ ഇവിടെ അറിയപ്പെടുന്നത് തന്നെ. ഈ സ്ഥലം നമ്മളിപ്പോൾ മോളിൽ ചെന്ന് ആ സ്ഥലം അറിയപ്പെടുന്നത് മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഞങ്ങൾ ചെന്ന സമയത്ത് ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹോഴ്സ് റൈഡിങ് കുറച്ച് പാടായിരുന്നു. കുതിരകൾ ഇങ്ങനെ തെന്നി ഇങ്ങനെ വീഴാൻ പോകും. നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ശരിക്കും പേടിച്ചു പോവും. പിന്നെ നമ്മുടെ കൂടെ വരുന്ന ഈ ഡ്രൈവർമാരുണ്ടല്ലോ, അവർ നമ്മൾ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അവർ നമ്മൾ നന്നായിട്ടാണ് നമ്മളവരെ കൊണ്ടുപോകുന്നത്. നമ്മളോർക്കും നമ്മളിപ്പോൾ വീഴുമെന്ന് വിചാരിക്കും. പക്ഷേ അവർ ഭയങ്കര കെയർ ചെയ്തിട്ടാണ് നമ്മളെ അവിടം വരെ എത്തിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവർ ഒരുപാട് വട്ടം വീഴും. ഞങ്ങൾക്ക് അവരോട് നല്ല സിമ്പതി തോന്നി. ഒരുപാട് കഷ്ടപ്പെട്ടാണ് അതുങ്ങളവിടെ ജീവിക്കുന്നത്. അവരുടെ മെയിൻ വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഹോഴ്സ് ഡ്രൈവറായിട്ട്. അപ്പോൾ അവർ അവിടെ നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഇത് 3 കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോഴാണ് ഈ സ്ഥലങ്ങളൊക്കെ. അവർ നമുക്ക് വേണ്ടി ഇവിടെ 1 അവർ വെയിറ്റ് ചെയ്യും. 1 അവർ കൊണ്ട് നമ്മളവിടെയൊക്കെ കണ്ട് അവിടെ കുറച്ച് ഈ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു കിഡ്സിൻ്റെ. പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് മഴയായിരുന്നതുകൊണ്ട് ഒന്നുമില്ലായിരുന്നു. കഴിക്കാം. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഈ ദാൽ ലേക്ക് ബോട്ട് സ്റ്റേയിൽ ഫുഡ് മാത്രമേ മോശമുള്ളായിരുന്നു. ബാക്കി ഫുഡെല്ലാം നല്ലതായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റാണ്. നേരത്തെ കഴിച്ചത് ഡിന്നർ. അങ്ങനെ ഞങ്ങൾ രാവിലെ തിരിച്ചു പോരാനുള്ള തയ്യാറെടുപ്പാണ്. ഇതവിടെ രാവിലെ പെഹൽഗാം വ്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഡയറക്റ്റ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്നു. ശ്രീനഗർ എയർപോർട്ടിലോട്ട് പോകുന്നു. അവിടുന്ന് പിന്നെ ഡൽഹിക്ക് പോകുന്നു. അങ്ങനെ ഞങ്ങളുടെ കാശ്മീർ ട്രിപ്പ് അവസാനിച്ചു. പെഹൽഗാമിലെ കാഴ്ചകളോടുകൂടി കാശ്മീർ ട്രിപ്പ് അവസാനിച്ചു.